നല്ല കോംബോ. ഓക്കെ, സൂപ്പറാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല സിനിമ. 100% എൻ്റർടൈൻമെൻ്റ് ആണ്. ആസിഫും സുരാജും പൊളിച്ചടിക്കുന്നുണ്ട്. എല്ലാവരും പോയി കാണുക. പൊളിപ്പടം, അടിപൊളി പടം. ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫിലിം കണ്ടപ്പോൾ ഇമോഷൻസ് ഒക്കെ നല്ല വർക്കായി. സിനിമ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഡബിൾ നല്ലതായിരുന്നു. കരഞ്ഞോ ഒന്നോ സന്തോഷം, കരച്ചിലും ചിരിയും എല്ലാം വന്നു. പടം സൂപ്പർ പടം, ഒരു വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്, അടിപൊളി, സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി മൂഡ്, സൂപ്പർ. രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ളൊരു എന്താ പറയുക, അവർ പെട്ടെന്ന് കണ്ടുമുട്ടി അവരുടെ പേര് പോലും വെളിപ്പെടുത്താണ്ട് അവസാനം വരെയുള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റോറി. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അവസാനം വരെ അവർ പേര് വെളിപ്പെടുത്താണ്ട് തന്നെ ഒരു സ്ട്രേഞ്ചറായിട്ട് തന്നെ അവർ തമ്മിലൊരു ബന്ധം രണ്ടുപേര് തമ്മിലുള്ളൊരു ബന്ധം കാണിക്കുന്ന അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. കൊള്ളാം, ആസിഫിക്കൊക്കെ കൊള്ളാം, രണ്ടുപേരും കൊള്ളാം. എന്താ പറയുക, സുരാജേട്ടന് ഭയങ്കരമായി വിഷമിക്കുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളൊക്കെ കാണുന്നൊരു ക്യാരക്ടേഴ്സാണ്. നന്നായിട്ട് ഇഷ്ടം. ഒരുപാട് ചിരിക്കാൻ പറ്റുമോ? ഒത്തിരിയില്ല, ആവശ്യത്തിന് ചിരിക്കാം. എന്നാൽ സെൻറ്റിമെൻസും ഉണ്ട്. നമുക്ക് എൻ്റർടൈനാണ്. ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. 2.25 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. സത്യമായിട്ട് നല്ല മൂവിയാണ്. എന്നാൽ തിരിച്ചറിവാണ്, പൊളിയായിട്ടുണ്ട്. സുരാജിൻ്റെ ട്രാക്ക് പോയിട്ടില്ല, കിട്ടില്ലായിട്ട് ഒരു രക്ഷയില്ല. മസ്റ്റായിട്ടും യൂത്തിന് ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റും. കിട്ടില്ല പടമാണ്. ആസിഫിൻ്റെ 2ാം മഴ വരുന്നത് തിരിച്ചുവരവാണ്. 2.5 മണിക്കൂർ ലാഗ് അടിപ്പിക്കില്ല, പക്കായിട്ട് കാണാൻ പറ്റും. എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. കിട്ടില്ല മല ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. നല്ല ഫീലിംഗ്, ഇമോഷൻ ടച്ച് എല്ലാം ഉള്ള പടം. നല്ല അത്യാവശ്യം നിങ്ങൾക്ക് വന്ന് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം. ഇല്ല, ലാഗ് ഫീൽ ചെയ്യുന്നില്ല. നല്ല പക്കായിട്ട് എൻജോയ്മെൻറ്റ്, കൂളി കെമിസ്ട്രി, ഒരു രക്ഷയില്ല കെമിസ്ട്രിയാണ്. നല്ല രസമായിട്ട് എത്തിയിട്ടുണ്ട്. ഡയറക്ടർ നല്ല പീസായിട്ട് നല്ല ഇതുണ്ട്. പക്ക മേക്കിങ്, നല്ല ഓൾ ഇൻ ഓൾ എല്ലാം ബെറ്റർ. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിട്ടുണ്ട്. നൈസാണ്. യൂത്തിന് മസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റിയ, ശരിക്കും പണമുള്ളവർ വന്ന് കാണേണ്ട പടം തന്നെ. ആ കോംബോ ഭയങ്കര രസമായിട്ടുണ്ട്. ഇങ്ങനൊരു കഥാപാത്രം, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ചെയ്യുന്നതിനേക്കാളും വലിയ ഭാഗ്യം. അത് അവർ കിട്ടിയ കഥാപാത്രം അതിഗംഭീരമായിട്ട് രണ്ടുപേരും ചെയ്തു. ഭയങ്കര കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കൊടുക്കൽ വാങ്ങൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ കഥയല്ല, അത് ചെറിയ കഥയല്ല. അത് ചെറിയ കഥയല്ലെന്ന് പറയാൻ കാരണം, ഈ പടം കഴിഞ്ഞ് ഇത്രയും പേര് ഇമോഷണലി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ചെറിയ കഥയാണെങ്കിൽ സംസാരിക്കില്ല. നമുക്കെല്ലാം അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. ഒരിക്കലും അതൊരു ചെറിയ കഥയല്ല. ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മുഹൂർത്തങ്ങൾ കുറേ ഉണ്ട് ഈ പടത്തിൽ. എക്സാക്ട്ലി കറക്റ്റ്. ഒരു ദിവസത്തിൻ്റെ സുഹൃത്തും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതെ, തിയേറ്ററിൽ ആക്ച്വലി കണ്ടപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ തിയേറ്ററിൽ ആ ഡോറിൽ നിന്നാണ് പടം കണ്ടത്. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്ന, ഞാൻ അവരെയാണ് വാച്ച് ചെയ്തത്, സിനിമയല്ല. പ്രേക്ഷകർ അവരെ ഹാപ്പി ആക്കുക ഉറപ്പായിട്ടും കിട്ടിയെന്നാണ് ഉറപ്പായിട്ടും. സ്റ്റാർട്ടിങ്ങിലൊക്കെ പല സീനുകളിലും ആൾക്കാർ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പല സംവിധായകരും പറയാറുണ്ട് ഈ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പ്രേക്ഷകർ ചിരിക്കും. അങ്ങനെ ഒരുപാട് ഏരിയകൾ എനിക്ക് തോന്നിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ചിരിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാത്ത കുറേ ഏരിയകൾ ചിരിയിടിയായിരുന്നു. ഞാനത് അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നത്. ഭയങ്കര ഉറപ്പായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി ഒരു സിനിമയാണ്. ആസിഫ് അലി ആണെങ്കിലും സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആണെങ്കിലും നല്ല അടിപൊളി പെർഫോമൻസാണ്. അതിനകത്ത് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള സീൻ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള സീൻ, അതുപോലെ ക്ലൈമാക്സിലെ സീനുകളാണേലും എല്ലാം അടിപൊളിയാണ്. ഡയറക്ഷൻ ആണേലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. തീർച്ചയായിട്ടും.